എല്ലാ കൂട്ടുകാർക്കും ജിജോസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണിച്ച ലണ്ടൻ ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി പോയി കണ്ടിട്ട് വരാം. നിങ്ങളെല്ലാവരും സൗഖ്യമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങളും സൗഖ്യമായിട്ടിരിക്കുന്നു. അപ്പം നമ്മളെ എല്ലാവരും സേഫായിട്ടിരിക്കുക, വീട്ടിൽ തന്നെ കഴിവതും ഇരിക്കുക, പുറത്തൊന്നും പോകാതിരിക്കുക. അപ്പം സേഫ്റ്റി ഫസ്റ്റ്. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം നമ്മുടെ പുതിയ പാർട്ട് 2 ലണ്ടൻ ബ്രിഡ്ജ് ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ വണ്ടി കൊണ്ട് ഞാൻ ക്രോഡോണിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഞാൻ ബൈ ട്രെയിൻ ആണ് ലണ്ടൻ ബ്രിഡ്ജിന് പോകുന്നത്. അപ്പോൾ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിലെ ആ തിരക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയത്. ഞങ്ങൾ അവിടുന്ന് ലണ്ടൻ ക്രോഡോണിലെ ട്രാം സ്റ്റേഷനിലെ ട്രാമൊക്കെ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഓവർ റെയിലിൽ നമ്മൾ അവിടുന്ന് ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടുന്ന് ഞങ്ങൾ നടന്ന് പുറത്തിറങ്ങി ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മളിപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ബ്രിഡ്ജ് ഓവർഗ്രൗണ്ട് സ്റ്റേഷനിലാണ്. ഇനി നമുക്ക് ഇവിടുന്ന് വെളിയിൽ ഇറങ്ങണം. ഇപ്പം നമ്മൾ അവിടുന്ന് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി എസ്കലേറ്റർ വഴി താഴെ ഇറങ്ങി ട്യൂബ് സ്റ്റേഷനിൽ കയറി അണ്ടർഗ്രൗണ്ട് സ്റ്റേഷന് എല്ലാം പാസ് ചെയ്ത് വേണം നമുക്ക് വെളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിലെ സ്റ്റേഷനുള്ളിൽ കൂടെ തന്നെ നടന്നു പോവാണ്. അപ്പോൾ അതിൻ്റെ പല സെക്ഷനുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ട്യൂബിൻ്റെ ഒരു സെക്ഷന്, അതുപോലെ ഓവർഗ്രൗണ്ട് ഒരു സെക്ഷന്, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഒരു സെക്ഷന്, അങ്ങനെയാണ് 3 സെക്ഷനായിട്ടാണ്. വലിയൊരു സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ്. അവിടുന്ന് നടന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ. അവിടുന്ന് ഒരു 5 മിനിറ്റ് നടപ്പേ ഉള്ളൂ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് വരെ. നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പയ്യെ അങ്ങോട്ട് നടക്കാം. ഇപ്പോൾ നമ്മളെ സ്റ്റേഷനിന് വെളിയിൽ ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ചുറ്റും നല്ല അമ്പലങ്ങളായ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയയാണ്. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഏരിയയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് പയ്യെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഒരു മാപ്പ് കാണാം. നമുക്ക് എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലണ്ടൻ സെൻട്രൽ എല്ലായിടത്തും ഇങ്ങനെ മാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം സഞ്ചാരികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണത്. അവിടുന്ന് ഞങ്ങൾ നടന്ന് സ്റ്റേഷൻ്റെ അവിടെ ഓൾഗ്രൗണ്ടിൻ്റെ അണ്ടർ ബ്രിഡ്ജ് കൂടെ കയറി നമ്മൾ അപ്പുറത്തോട് നടക്കുകയാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് നമുക്ക് ആ ദൂരെ കാണുന്നതാണ് ഷാർഡ് ഹോട്ടൽ. അപ്പം നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളങ്ങോട്ട് നടന്നു പോകുന്നത്. നമ്മളതിൻ്റെ നിയർ ബൈ പോകുന്നില്ല, അതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് നമ്മളതിൻ്റെ ഇപ്പോഴത്തെ ലണ്ടൻ ബ്രിഡ്ജിലോട്ട് പോകാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങ് ദൂരെ നമുക്ക് കാണാം ലണ്ടൻ ബ്രിഡ്ജ്. നമുക്ക് സൂം ചെയ്തിട്ടുണ്ടാവും, ഒരു ഷിപ്പ് കിടക്കുന്നത് കാണാം. അത് നമുക്കിനി ഈ സൈഡിൽ കൂടെയുള്ള പാർട്സ് വേയിൽ കൂടെ നടന്ന് വേണം. തേംസ് നദിയാണ് നിങ്ങളിപ്പോൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. തേംസ് നദിയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്നത്. ഇത് വേറൊരു പാലമാണ്. അതിനിപ്പുറത്ത് തന്നെ പാരലലായിട്ടുള്ളൊരു പാലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങി സൈഡ് വേയിൽ കൂടെ വാക്ക് വേയിൽ കൂടെ നമ്മൾ അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടോട്ട് നടക്കുക ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ബാർജ് പോകുന്നത് കാണാം. നമ്മുടെ തേംസ് നദിയുടെ അകത്തെ മണ്ണൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് ഒക്കെ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ബാർജാണ് പോകുന്നതാണ് നിങ്ങൾ തേംസ് നദിയിൽ കൂടെ പോകുന്നത്. അപ്പം നമ്മളതിലെ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് നടക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ട് പോവാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ക്രൂസ് ബോട്ടാണ്. ചെറിയ ഒരു ബോട്ടാണ് പോകുന്നത്. ഇങ്ങനെ യാത്രക്കാരെ കൊണ്ട് ഇങ്ങനെ ട്രിപ്പ് പോകുന്ന അനേകം ബോട്ടുകൾ നമുക്ക് അവിടെ കാണാം. അവിടെ നമ്മൾ പയ്യങ്ങൾ നടക്കുകയാണ്. അവിടെ ഒരു ലണ്ടൻ ബ്രിഡ്ജ്, അവിടെ ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അതിൻ്റെ വോക്ക് വേ കൂടെ നമ്മളിങ്ങനെ അവിടെ നടന്ന് പോവുകയാണ്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ലക്ഷ്യമാക്കി കൂടെ നടക്കുകയാണ്. തേംസ് നദിയുടെ
ദൂരെ ചെറിയ ചെറിയ എന്താ പറയുന്നത്, നമുക്ക് ചെറിയ ക്രൂസ് ഷിപ്പുകൾ പോകുന്നത് കാണാം. അതൊരു ചെറിയൊരു ക്രൂയിസ് ബോട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഊബറിൻ്റെ ബോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, നമുക്ക് അതിനകത്ത് ട്രിപ്പ് പോകാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ട്രിപ്പ് ചെയ്യാം. അവിടെ നടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു വാട്ടർ ഫീച്ചർ കാണാം. പിള്ളേരൊക്കെ അവിടെ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നത്. അതാണ് ബോട്ടിൻ്റെ സർവീസിൻ്റെ ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് സർവീസിൽ കയറുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വോക്ക് വേ കൂടെ നമ്മളിങ്ങനെ നടന്നങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം വളരെ ഭംഗിയായിട്ടുള്ള ലണ്ടൻ ബ്രിഡ്ജ് അവിടെ നിൽക്കുന്നത് കാണാം. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമുക്കൊരു ഷിപ്പ് അവിടെ നങ്കൂരമിട്ടിട്ടുണ്ട്. ഒരു ചെറിയ ഷിപ്പാണ്. നമുക്ക് അതിനകത്ത് കയറാനൊന്നും പറ്റില്ല. പക്ഷേങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയി അങ്ങോട്ട് പോവാം. ഈ ഷിപ്പൊക്കെ വരുമ്പോഴാണ് ഈ ലണ്ടൻ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അത് എല്ലാ സമയങ്ങളിലും മാത്രമേ നമുക്ക് അത് ഓപ്പൺ ചെയ്യുന്നത് കാണാൻ പറ്റൂ. നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ചെറിയൊരു പഴയ ഒരു ഷിപ്പിൻ്റെ ഒരു മോഡൽ, പൈറേറ്റ് ഷിപ്പിൻ്റെ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് വരാം. അവിടെ പോകുന്ന വഴിയാണ്. അതൊരു എന്താ പറയുന്നത്, ആൾക്കാർക്ക് കാണിച്ചിട്ട് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു മോഡലാണ്. നല്ല ഭംഗിയായിട്ട് കാനോപ്പിയൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കുന്നൊരു ഏരിയയാണത്. നമുക്ക് അടുത്തോട്ട് പോയി കണ്ടിട്ട് വരാം. നമുക്ക് എത്ര ഭംഗിയായിട്ട് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നോക്കി. അന്നത്തെ പണ്ടത്തെ ആൾക്കാരുടെ ആ ഒരു നമ്മുടെ ബ്രില്യൻസ് നമുക്കതിൽ കണ്ടറിയാൻ പറ്റും. നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് നാവിഗേറ്റർ ഡേവിഡ് കെമ്പ് 1987 എല്ലാവരും യൂസ് ചെയ്തൊരു നാവിഗേഷൻ ചെയ്തൊരു ഷിപ്പിൻ്റെയാണ് മോട്ടറാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മളവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ലണ്ടൻ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി തേംസ് നദിയുടെ തീരത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങളവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല സീനിക്കായിട്ടുള്ളൊരു ഏരിയയാണ്. നമുക്ക് ആ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല ആകാശം നല്ല തെളിഞ്ഞ് നല്ലൊരു ദിവസമാണ് ഞങ്ങൾ പോയ ദിവസം. നല്ല സണ്ണി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അതാണ് നല്ല ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു ആ ഒരു ട്രിപ്പ്. നമുക്ക് നല്ലൊരു ട്രിപ്പായിരുന്നു. നമുക്ക് എന്ത് ഭംഗിയാണെന്നുള്ളത് ആ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ആ ഒരു മറ്റേ ആ നീല ആകാശവും ആ ബ്രിഡ്ജും എല്ലാം കൂടെ വരുന്നത് നല്ല എനിക്കായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പോലീസിൻ്റെ ഒരു ബോട്ട് മാഞ്ഞ് വരുന്നത് കണ്ടു. അവിടെ ഒരു ആളെ അതിനകത്തോട്ട് ചാടാൻ ശ്രമിച്ചു. അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമുക്കത് മനസ്സിലായി. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ ഒരു ചെറിയൊരു ഹോട്ടൽ പോലൊരു സംഭവമാണ്. അവിടേക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടെ ഒരു തെട്ടിൽ പോലെ ഉണ്ട്. അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇരുന്നത് കാണാം, കാഴ്ചകളൊക്കെ കാണാം. നമ്മളിത് തുറക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിരുന്നത് ഓപ്പൺ ചെയ്ത് ഷിപ്പിനെ പാസ് ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മൾ മുമ്പേ കണ്ട പോലീസിൻ്റെ സ്പീഡ് ബോട്ടാണ് കിടക്കുന്നത്. അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ മണ്ടയ്ക്കൂടെ കയറാൻ പോയില്ല, കാരണം അവിടെ ഭയങ്കര വെയിലുമാണ്. ജസ്റ്റ് അതിൻ്റെ മണ്ടയ്ക്കൂടെ നടക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. മറ്റേ അതിൻ്റെ ഗാലറി ക്ലോസ്ഡ് ആണ് ഈ കൊറോണ കാരണം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇപ്പം എൻട്രൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ താഴെ പോയി കുറേ നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് ഞങ്ങളെ തിരിച്ച് പോരുകയും ചെയ്തു. അതായിരുന്നു നമ്മുടെ ട്രിപ്പ്. ശരിക്കും കുഞ്ഞുങ്ങളൊക്കെ എൻജോയ് ചെയ്തു. നല്ലൊരു ട്രിപ്പായിരുന്നു. നല്ല സീനിക്കായിട്ടുള്ളത്. അവിടെ ഞങ്ങൾ തിരിച്ച് കോഡോണിൽ വന്നിട്ട് ട്രെയിനിൽ കോഡോണിൽ വന്നിട്ട് അവിടുന്ന് കാർ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു എപ്പിസോഡുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.